1202 ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. ശത്രുക്കളെയും അസൂയാലുക്കളുടെയൊക്കെ ഉപദ്രവം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അവരെ ശല്യം ചെയ്യലൊക്കെ നിർത്താം. ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ചികിത്സ ലഭിക്കുകയും പൂർണ്ണ സുഖത്തിലെത്തിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളിൽ വിജയം നേടാനായിട്ട് സാധിക്കുന്നു. കാലതാമസങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലും മറ്റ് സ്പോർട്സിലായിരുന്നാലും എല്ലാത്തിലും നല്ല വിജയം നേടാനായിട്ട് സാധിക്കുന്നു. മക്കൾക്കുള്ള ദുരിതം, കഷ്ടപ്പാടുകൾ, മനസ്സിന്റെ അസ്വസ്ഥത എന്നിവ മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളുള്ളവർക്ക് അത് വളരെയധികം കുറവ് വരുന്നു, ശാന്തി ലഭിക്കുന്നു. തൊഴിൽ ഉണ്ടായ പല വീഴ്ചകളും പരിഹരിക്കാൻ സാധിക്കുന്നു. നിങ്ങൾ തൊഴിലിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ അശ്രദ്ധയോ അല്ലെങ്കിൽ മറ്റുള്ള കാരണം കൊണ്ടുണ്ടായ എല്ലാം പരിഹരിക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നു. ഭയം മാറിക്കിട്ടുന്നു. എല്ലാ വസ്തുക്കളെയും അകാരണമായ ഭയം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. പുതിയ ജോലി സ്ഥലവുമായി ഇണങ്ങിച്ചേരാനായിട്ട് സാധിക്കുന്നു. തൊഴിലിലുള്ള ചില സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ധനലാഭം ധാരാളം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അത് ലഭിക്കുക തന്നെ ചെയ്യും. പല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പാഴ്ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അങ്ങനെ കുറച്ച് ധനലാഭം ഉണ്ടാകുന്നതിന് അതുവഴി ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിച്ചേക്കാം. അതുപോലെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാം. ശുഭകർമ്മങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നു. പൂജകൾ, ഉപാസന, ആരാധന എന്നിവയ്ക്ക് ഒരിക്കലും മുടക്കം വരുത്തരുത്. മുടക്കം വന്നാൽ ചില ദോഷങ്ങൾ വരാം. ഇനി ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. 6 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് വയർ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ വിഷ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം. കാരണം ഏതെങ്കിലും രീതിയിൽ ഫുഡ് പോയ്സണോ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളിൽ നിന്നുള്ള വിഷം വരാൻ സാധ്യത. ഇപ്പൊ കൊതുകുതിരി കത്തിച്ചോ അതിൽ നിന്നും അതിന്റെ കൊതുകിന്റെ മേറ്റാണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും അതൊന്നും കുട്ടികളിൽ അടുത്ത് വയ്ക്കരുത്, വളരെ ദൂരെ വയ്ക്കുക. കാരണം ഈ കുട്ടിക്ക് ആ സമയത്ത് എല്ലാം ഒരു വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ധനം വരാം, ഒരു വീട് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ചിലർ മാതാപിതാക്കൾ സഹിതം അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതായിട്ടും കാണുന്നു. ചിലർക്ക് കലാരംഗത്തും സാഹിത്യ രംഗത്തും സംഗീത രംഗങ്ങളിലൊക്കെ പ്രാവീണ്യം തെളിയിക്കുന്നു. കൊച്ചിലെ തന്നെ അവരുടെ ആ കഴിവുകൾ തെളിയിക്കാൻ അവർക്ക് പറ്റുന്നൊരു സമയമാണ്. ആയുധങ്ങളിൽ നിന്ന് മുറിവേൽക്കാണ്ട് ഈ സമയം സൂക്ഷിക്കേണ്ടതാണ്. സർക്കാരിൽ നിന്നും ചില സഹായങ്ങളൊക്കെ വീട്ടുകാർക്ക് ലഭിക്കാം. ചില രോഗങ്ങൾ ഉണ്ടാകാം എങ്കിലും അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. 6 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് അവർക്ക് വിദ്യാഭ്യാസം തുടങ്ങുന്നതിനും തുടർന്ന് പോകുന്നതിനൊക്കെ ഒരു തടസ്സവും കാണുന്നില്ല. അതുപോലെ ഇവിടെയും ഒരു ഫുഡ് പോയ്സൺ വരാൻ സാധ്യതയുള്ളതിനാൽ കുറച്ചു കാലം കൂടി ഒന്ന് ജാഗ്രത പാലിക്കേണ്ടതാണ്. ചിലർക്ക് ചില ആഹാര സാധനങ്ങളിലും മറ്റും അലർജി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് കൂടുതൽ അലർജി വരുന്നത് പാൽ ഉൽപ്പന്നങ്ങളുമാണ് കൂടുതൽ അലർജി വരാൻ സാധ്യത. അത് നിങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം പോവുക. സോപ്പിൽ നിന്നും ചിലർക്ക് അലർജി വരാം. ചില കുട്ടികൾക്ക്, ചില ചിത്ര നക്ഷത്രക്കാർക്ക് യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. എന്തൊക്കെയായാലും വിദ്യാഭ്യാസം തുടരാനും ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുമുള്ള ഭാഗ്യമുണ്ട്. ചിലരെ കലാപരമായിട്ടുള്ള പ്രത്യേക വിദ്യാഭ്യാസത്തിലേക്ക് തിരിയുന്നതായിട്ടാണ് കാണുന്നത്. അതിലും അവർക്ക് കഴിവ് തെളിയിക്കാനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് അന്യദേശവാസം, വിദേശവാസം കാണുന്നു. അതുപോലെ തന്നെ ഉപരി പഠനത്തിനായിട്ട് ചിലർ വിദേശത്തേക്ക് പോയി അവർക്ക് നല്ല ഒരു ജോലി അവിടെ കിട്ടുന്നതിനും അവർക്ക് അവിടെ സ്ഥിരതാമസമാകാനുമുള്ള യോഗം കാണുന്നുണ്ട്. തൊഴിലിൽ വളരെ ഉയർച്ച നേടാൻ പറ്റിയ ഒരു സമയമാണ്. മോഷ്ടാക്കളിൽ നിന്നും ചില ശല്യങ്ങൾ ഉണ്ടാകാം എന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം നിങ്ങളുടെ വിലപ്പെട്ട രേഖകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുക. ചിലർക്ക് വിവാഹം കഴിക്കാനും സന്താനഭാഗ്യത്തിനൊക്കെ യോഗം കാണുന്നുണ്ട്. കൃഷിക്കാർക്ക് ഒരു പറ്റിയ സമയമല്ല. ചില രീതിയിലുള്ള നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൂടുതലും ജലത്തിൽ നിന്നുള്ള ഭയമാണ് വരുന്നത്. 24 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം അവർക്ക് നേടുന്നതിന് ഒരു അവസരമുണ്ട്. അത് കൂടാതെ തന്നെ വേറിട്ട ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അവർക്ക് ഒരു സാധ്യതയുണ്ട്. കാരണം കലകളിലോ അല്ലെങ്കിൽ മറ്റുള്ള സാങ്കേതിക വിദ്യകളിലൊക്കെ അവർക്ക്
മികച്ച പഠനത്തിനുള്ള ഒരു കഴിവും അവർക്കുണ്ട്, അതിനുള്ള യോഗവും അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മികച്ച തൊഴിൽ ലഭ്യമാകുന്നതിന് മിക്ക വിദ്യാഭ്യാസമുള്ള ചിത്ര നക്ഷത്രക്കാർക്കും യോഗം കാണുന്നുണ്ട്. സ്വന്തമായി ഒരു ഭവനം വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനൊക്കെ ഈ സമയം അവർക്ക് യോഗം കാണുന്നുണ്ട്. ഈ സമയം സർവ്വവിധ ഐശ്വര്യങ്ങളും നേടാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അധികാര സ്ഥാനത്ത് നിന്നും ആനുകൂല്യവും സഹായങ്ങളും അവർക്ക് ലഭ്യമാകുന്നതാണ്. വിവാഹം കഴിക്കാൻ, ഇവിടെയും വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യത്തിനും സമയം അവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സമ്പാദ്യം നടത്തുന്നതിനും മികച്ച സമ്പാദ്യ പദ്ധതികളിൽ ചേരുന്നതിനും അതിൽ നിക്ഷേപിക്കുന്നതിനും അവർക്ക് യോഗമുണ്ട്. ചിലർക്ക് ഉന്നത അധികാരമുള്ള ഒരു പദവി ലഭിക്കുന്നതിന് ഒരു യോഗവും കൂടി കാണുന്നുണ്ട്. ന്യായമായ മാർഗത്തിലൂടെ തന്നെ ധനം ധാരാളം സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതുപോലെ തന്നെ ധാരാളം സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ചിലര് ദുർനടപടികളുമായി നടന്ന് മദ്യപാനം മറ്റുമായി നശിക്കുന്നതായിട്ടും അപൂർവം ചില ചിത്ര നക്ഷത്രക്കാരെ കാണാൻ സാധിക്കുന്നു. 40 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് അവർക്ക് വാദം സംബന്ധമായ ഒരു ചെറിയ അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലർക്കാണ് സ്വന്തം വീട്ടിൽ നിന്നോ സ്വന്തം നാട്ടിൽ നിന്നോ വേറെ ദേശത്തേക്ക് മാറി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നൊക്കെ ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കാം. ചതിവിലും വഞ്ചനയിലും പെടാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതായിരിക്കും. അതിൽ ഒരു ആക്രമണം ഉണ്ടാവാനും ഒരു സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു ശ്രദ്ധ അത്യാവശ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം പല രീതിയിലും ചതിക്കപ്പെടാം, അല്ലാന്നുണ്ടെങ്കിൽ വഞ്ചനയിലൊക്കെ പെടുത്താം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആക്രമിക്കാനൊക്കെ ശ്രമിക്കാം. അതുകൊണ്ട് അത് എവിടെ കൂടെയാണ് വരണതെന്ന് അറിയില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഭയക്കാനല്ല പറഞ്ഞത്, ഒന്ന് ജാഗ്രതയായിട്ടിരുന്നാൽ മാത്രം മതിയാകും. ധാരാളം ധനലാഭവും സമ്പാദ്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചിലർക്ക് മേലധികാരികളുടെ കോപത്തിന് ഇരയാകേണ്ടതായിട്ട് വന്നേക്കാം. അപ്പം നിങ്ങൾ ശത്രു സംഹാര പൂജകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലർ തന്നെക്കാൾ തന്നെക്കാൾ കൂടുതൽ പ്രായമുള്ള ഇണയെ വിവാഹം കഴിക്കേണ്ടതായിട്ടും വന്നേക്കാം. 59 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് പേടി, അതായത് ചതിക്കുമോ വഞ്ചിക്കുമോ അങ്ങനെയൊക്കെയുള്ള കുറെ പേടികളും ദുരിതങ്ങളും ഒക്കെ മാറി മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം അനുസരിച്ച് അവർക്ക് ഇവിടെയും ധാരാളം ധനം ഉണ്ടാക്കാനും ഉള്ള ഒരു സാധ്യത കാണുന്നു. അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകാം. ഏതു രംഗത്തായിരുന്നാലും ഉത്സാഹപൂർണമായ ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വാഹനം, വീട് എന്നിവ സ്വന്തമാക്കാൻ സാധിക്കുന്നു. ചിലർക്ക് ചില പ്രത്യേക പദവിയുള്ള താൽക്കാലിക ജോലികൾ ലഭ്യമാകാം. ഉയർന്ന പദവിയുള്ള ഒരു ജോലികൾ ലഭ്യമാകാം അവർക്ക്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്മീഷൻ ആയിട്ടോ അല്ലെങ്കിൽ വൈസ് ചാൻസലറോ അങ്ങനെയൊക്കെയുള്ള അവർക്ക് പല നല്ല പദവികൾ ലഭിക്കേണ്ട ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് ത്വക്ക് രോഗം വരേണ്ട ഒരു സാധ്യതയുണ്ട്. എന്നാലും അവർക്ക് നല്ല രീതിയിൽ തന്നെ ഈശ്വര കടാക്ഷമുള്ള ഒരു സമയമാണ്. ഉറ്റ ബന്ധുക്കളുടെ വേർപാടുണ്ടാകാം. അതുപോലെ മോഷ്ടാക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നൊക്കെ കുറച്ച് ശല്യങ്ങൾ ഉണ്ടാകാം. അത് ശ്രദ്ധിച്ചാൽ മതിയാകുന്നു. 76 വയസ്സിന് മുകളിലോട്ടുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്ന് ചില അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വിശ്വാസവഞ്ചന നടക്കാൻ ഒരു സാധ്യതയുണ്ട്. കേസുകൾ നടത്തുന്നത് ഈ സമയം അനുയോജ്യമല്ല. എന്നാൽ നിലവിലുള്ള കേസുകൾക്ക് ജയം കണ്ടെത്താൻ സാധിക്കുന്നു. ചിലർക്ക് ജ്വരം പോലുള്ള പനികൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഇവിടെ വിദ്യ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നു. യന്ത്ര സാമഗ്രികൾ, വാഹനങ്ങൾ എന്നിവ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണിത്. ചിലർ അന്യദേശത്തേക്ക് പോയി അവിടെ സ്ഥിരതാമസമാക്കുന്നതിനും സാധിക്കുന്നു. ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങളാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ബുധനും ഗുരുവും കൂടി ഒരു യോഗം വരുന്നു. കർക്കിടക രാശിയിൽ യോഗം വരുന്നതിനാൽ ബുദ്ധിശക്തി, സാമ്പത്തിക പുരോഗതി, മികച്ച സംസാരശേഷി എന്നിവ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വ്യക്തികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനും അറിവ് സമ്പാദിക്കുന്നതിനും വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കുന്നതിനും ഒക്കെയുള്ള കഴിവുകൾ അവർക്ക് ലഭിക്കുന്നു. നല്ലൊരു പ്രഭാഷകനാകാൻ സാധിക്കുന്നു. നല്ലൊരു പ്രാസംഗികനാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ ഉള്ളൊരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ ധനനേട്ടം ഉണ്ടാകുന്നു. ബിസിനസ്സിലും കരിയറിലൊക്കെ വളരെയധികം പ്രയോജനം ലഭിക്കുന്നതിനാൽ ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാകുന്നു. അതുപോലെ സംഗീതം, നൃത്തം, സാഹിത്യം തുടങ്ങിയ കലകളില് കുട്ടികൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നതിനും രക്ഷകർത്താക്കളെ നിരുത്സാഹപ്പെടുത്തരുത്. അവരെ കഴിവ് നിങ്ങൾ വികസിപ്പിച്ചെടുക്കുക. നിലവിലുള്ള കലാകാരന്മാർക്ക് ഏത് കലയിലായിരുന്നാൽ അവർക്ക് വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. എല്ലാവരോടും സ്നേഹമുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ധർമ്മിഷ്ഠമായ ഒരു ജീവിതവും ഇവർക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു.
ചിങ്ങൻ രാശിയിലെ സൂര്യനും കേതുവും കൂടി ഒരു യോഗം വരുന്നതിനാല് ഈ യോഗത്തിന് ഗ്രഹണ യോഗം എന്നാ പറയുന്നത്. അശുഭകരമായ ഈ യോഗം ഇച്ഛാശക്തിയെയും ആത്മവിശ്വാസത്തെയും വളരെയധികം മോശമായി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണ്. കൂടാതെ വയറു സംബന്ധിച്ചുള്ള പല അസുഖങ്ങളും വരാം. അതുപോലെ തന്നെ തലവേദന ഭയങ്കരമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഊർജ്ജക്കുറവ്, അതായത് ഉന്മേഷക്കുറവ്, ശക്തിക്കുറവൊക്കെ ഉണ്ടാകാൻ, മടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലിലും ഇത് കരിയറിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത, ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു വിഷമിക്കുന്ന ഒരു സമയമായിരിക്കും. ഉണ്ടാവാം, അലച്ചിലുണ്ടാകാം, ആശയക്കുഴപ്പം വരാം, അനാവശ്യമായ വാക്ക് തർക്കങ്ങളും വഴക്കുകളും നിങ്ങൾ ഒരിക്കലും പോകരുത്, അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ആർക്കും അമിതമായി ഒരു വാഗ്ദാനം നൽകാണ്ടിരിക്കുക. അതുപോലെ ചന്ദ്രശുക്ര യോഗം കന്നിരാശിയിൽ നടക്കുന്നതിനാല് ഒരു വ്യക്തിയുടെ മനസ്സിനെയും സർഗാത്മികതയെയും ജീവിതത്തെ തന്നെയും പ്രത്യേകം സ്വാധീനിക്കാൻ കഴിവുണ്ട് യോഗത്തിന്. കന്നിരാശി ബുധന്റെ വീടാണ്. ശുക്രൻ ഇവിടെ നീചസ്ഥനായിട്ടാണ് കാണുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മക മേഖലയിൽ കുട്ടികൾ ചെറുതിലെ തന്നെ അവരെ കഴിവുകൾ പ്രകടിപ്പിച്ചു തുടങ്ങാം. അവരെ നിരുത്സാഹപ്പെടുത്തരുത്, പ്രോത്സാഹിപ്പിക്കുക. നിലവിലുള്ള കലാകാരന്മാർക്ക് ധാരാളം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ യോഗം മൂലം കഴിയുന്നുണ്ട്. അവര് വേദനയും വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാനും അവരെ അനുകമ്പയോട് അവരോട് പെരുമാറാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനും ഈ യോഗം മൂലം സാധിക്കുന്നു. അതുപോലെ കാര്യങ്ങൾ കൃത്യമായി ഒരു ടൈം ബോണ്ടായിട്ട്, ഇപ്പം കോൺട്രാക്ടർമാർക്കായിരുന്നാലും പ്രോജക്റ്റ് ചെയ്യുന്നവർക്കായിരുന്നാലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇതുകൊണ്ട് അത് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നു. ആ ടൈമിനുള്ളിൽ തന്നെ, അനുവദിക്കുന്ന ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നു. പിന്നെ ന്യൂനത ഈ യോഗത്തിനുള്ളത്, സ്നേഹത്തിലായിരുന്നാലും പ്രണയത്തിലായിരുന്നാലും ആത്മാർത്ഥത കാണിക്കുമെങ്കിൽ തന്നെയും പരസ്പരം തെറ്റിദ്ധരിക്കുന്നതിനും അതുപോലെ സംശയങ്ങളോടെ പെരുമാറുന്നതിനും ഉള്ള ഒരു മാനസിക സംഘർഷം ഉണ്ടാകുന്നതിനും ഈ യോഗം മൂലം കാരണമാകുന്നുണ്ട്. ഈ വരുന്ന നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഈ വരുന്ന ചിങ്ങമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.